ഇന്ന് ഞാൻ നിൽക്കുന്നത് പോത്തൻകോട് പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രണ്ട് സുന്ദരി കുട്ടികളായിട്ടുള്ള വീടിന്റെ ഫ്രണ്ടിലാണ്. നമ്മൾ ഓരോ വീടിന്റെയും ഓരോ ഘട്ടങ്ങളിലും നമ്മളൊന്ന് സന്ദർശിക്കാറുണ്ട്. ഇത് അവസാനത്തിന് ഇനി ഒരു മാസത്തെ പണി മാത്രം ബാക്കിയുള്ള സമയത്ത് നമ്മളൊന്ന് വന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്ന് പെട്ടെന്ന് എനിക്കൊരു തോന്നി. കാരണം ഇതിൻ്റെ ആർക്കിടെക്ട് ഡിസൈൻ നമ്മൾ ആദ്യം ഈ ബിൽഡർ നമ്മുടെ അടുത്ത് ഇതിൻ്റെ ആർക്കിടെക്ട് ഡിസൈൻ എല്ലാം കാണിക്കുമ്പോൾ അത് അതുപോലെ വരുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കൺഫേം ആയിരുന്നു, അതായത് കഴിയുമ്പോൾ ഏകദേശം ആ കാണിച്ച അതേ ലെവലിലുള്ള ഒരു നല്ലൊരു ഡിസൈനിൽ എനിക്കിത് കാണാൻ പറ്റി. അതുകൊണ്ട് ഒന്ന് എടുക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴെ തന്നെ എടുക്കുന്നത്. രണ്ടും നല്ല അടിപൊളി ഒരേപോലെ ഇരിക്കുന്ന രണ്ട് ഇരട്ടക്കുട്ടികളെ പോലെ ഇരിക്കുന്ന രണ്ട് വീടുകളാണ്. അതിൻ്റെ എലിവേഷൻ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഫിനിഷിൽ ഒരു വെറൈറ്റി ലെവലിലുള്ള ഒരു കോൺസെപ്റ്റ്, അതും നല്ല ഒരു ഫിനിഷിങ്ങിൽ ഒരു ലക്ഷറി ലുക്ക് നൽകുന്ന, അതും ബഡ്ജറ്റ്ലി ആയിട്ട് ഒരു 75-78 ലക്ഷം രൂപയാണ് അവർ ആസ്ക് ചെയ്യുന്നത്. ആ ലെവലിൽ നിൽക്കുന്ന പ്രൈസിൽ നിൽക്കുന്ന നല്ല ഒരു ഡിസൈനിലുള്ളൊരു വീടാണ്. ഇതിനെ നോക്കുമ്പോൾ ഒരു ഔട്ട്ഫിറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു വുഡിൻ്റെ ഫിനിഷ് കൊടുക്കുന്നത് ഒരു ലക്ഷറി ഫീല് നൽകുന്ന ലെവലിലാണ് അതിൻ്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അകത്തോട്ട് കയറുകയാണെങ്കിൽ മുറ്റത്തൊക്കെ ഏകദേശം 3 വണ്ടി ഇടാനുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് അവൈലബിൾ ആണ്. ഇവിടുന്ന് 2 വണ്ടി ഇങ്ങോട്ട് തന്നെ നമുക്ക് ഇടാൻ പറ്റും. നേരെ കയറ്റി കഴിഞ്ഞാൽ 2 വണ്ടി ഇവിടെ ഇടാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ഒരു വണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇടാൻ പറ്റും. ഇവിടെ മുറ്റത്ത് ഒരു വെൽ വാട്ടർ അവൈലബിൾ ആണ്. നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്കറിയാം നല്ലൊരു ഡിസൈനിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിസൈൻ ഫീൽ ചെയ്യുന്നുണ്ടോ. നമ്മൾ കിഴക്ക് ദർശനത്തിൽ നിന്നാണ് ഉള്ളിലേക്ക് കയറുന്നത്. നമുക്ക് ഈ പണി കഴിയുന്നതിന് മുന്നേ തന്നെ ഇതിന്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ പണി തീരുമ്പോൾ എന്തുമാത്രം ഭംഗിയായിരിക്കും എന്നുള്ളത് നമ്മൾ ഊഹിച്ചാൽ മാത്രം മതി. ഇവിടെ ഒരു ഡബിൾ ഹൈറ്റിൽ, ഇതാണ് ലിവിങ് ഏരിയ സ്പേസ്, അതിൽ നല്ല ലെവലിൽ ഒരു ഡബിൾ ഹൈറ്റിൽ തന്നെ അത് നല്ല ലക്ഷറി ഫീല് നൽകുന്ന ലെവലിലുള്ള ഒരു ലൈറ്റിങ്ങും മറ്റു കാര്യങ്ങളും കൊടുത്ത് ഒരു TV യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുള്ള സ്പേസും അവരെന്ത് ചെയ്തിട്ടുണ്ട്, അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ലിവിങ് സ്പേസ് തന്നെയാണ് അതിനകത്ത് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നേരെ കയറി വരുമ്പോൾ 2 ബെഡ്റൂമുണ്ട്. 2 ബെഡ്റൂമും അപ്പുറം അടുത്തടുത്തായിട്ടാണ് 2 ബെഡ്റൂമുകൾ. അതും ബെഡ്റൂമും നല്ല ഒരു ഫിനിഷിങ്ങിൽ ഒരു ഇവിടെ നല്ല സെൻട്രലായിട്ട് തന്നെ ഒരു കോട്ട് ഇടാൻ പറ്റുന്ന ലെവലിലുള്ള ഒരു ഡിസൈൻ, അതും ആർക്കിടെക്ട് ഡിസൈനിൽ തന്നെ അവർ നിർമ്മിച്ചിട്ടുണ്ട്. 2 സൈഡിലും ഒരു വലിയൊരു ജനലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവരത് ചെയ്തിട്ടുണ്ട്. ബാത്റൂമും അത്യാവശ്യം നല്ല ലെവലിൽ തന്നെയാണ് അത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഡൈനിങ് നോക്കുകയാണെങ്കിൽ നമ്മൾ അതും കുഴപ്പമില്ല, നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള 6-8 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് സ്പേസ്. ഇവിടെ ഡൈനിങ് ടേബിൾ ഇടാൻ പറ്റുന്ന ലെവലിൽ തന്നെയാണ് അവർ സ്പേസ് എടുത്തിട്ടുള്ളത്. ഇവിടെയാണ് ഇതിൻ്റെ വാഷ് ഏരിയ കൗണ്ടർ അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ. കാണുമ്പോൾ അറിയാം എല്ലാം പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും അതിൻ്റെ ഭംഗി നമുക്കിപ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ കിച്ചണിലേക്ക് കയറുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കിച്ചൺ, അതും ഫുള്ള് വർക്ക് കാര്യങ്ങളൊക്കെ കൊടുത്ത് കബോർഡ്സ് കാര്യങ്ങളെല്ലാം കൊടുത്ത് അതിനകത്ത് കുഴപ്പമില്ല, നല്ല മെറ്റീരിയൽ തന്നെയാണ്. സോഫ്റ്റ് ക്ലോസിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വർക്ക് ഏരിയ സ്പേസും കൂടി ഈ ഒരു ഇതിനകത്ത് വർക്ക് ഏരിയ സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയ സ്പേസും അത്യാവശ്യം നമുക്ക് നല്ലൊരു നിന്ന് ചെയ്യാൻ പറ്റുന്ന ലെവലിൽ തന്നെയാണ്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഡോസൊക്കെ ഇട്ടിട്ട് അതിലേക്ക് കിടക്കുന്ന ലെവലിൽ വേണമെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ആ ലെവലിൽ തന്നെയാണ് ഇതിനകത്തുള്ളത്. ഇതെന്ന് പറയുന്നത് 4.5 സെന്റിൽ 2000 സ്ക്വയർ ഫീറ്റ് ആണ്, 4 BHK. നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ, നമ്മൾ നേരെ മുകളിലെ റൂമിലേക്ക് കയറുമ്പോൾ ഇവിടെ നിന്ന് എല്ലാ വെന്റിലേഷൻ അതിനകത്ത് ഈ വീട്ടിനുള്ളിലേക്ക് എയർ സർക്കുലേഷൻ കൊടുക്കുന്ന ലെവലിൽ തന്നെയാണ് ഇതിൻ്റെ വെന്റിലേഷനും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെ വലിയൊരു ജോൾ, അതിനകത്ത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ലെവലിലുള്ള ഒരു ഗ്ലാസിൻ്റെ ഡോസും കാര്യങ്ങളും എന്ത് ചെയ്യും അവർ ഇടും, നമുക്ക് ഓപ്പൺ ചെയ്തിടാൻ പറ്റുന്ന ലെവലിൽ. അതേപോലെ തന്നെ വെളിച്ചം അപ്പുറത്തെ ഭാഗത്തുനിന്നും വെളിച്ചം കിട്ടുന്ന ലെവലിലേക്കാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ ഭാഗവും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് നമുക്ക് വെളിച്ചം ഈ വീട്ടിനുള്ളിലേക്കാണ് നമുക്ക് കിടക്കുന്നത്. നമുക്കിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ, മുകളിലത്തെ നിലയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ലിവിങ്ങിൽ ഇരിക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റും. ലിവിങ് സ്പേസ് നമുക്ക് കാണാൻ പറ്റുന്ന ലെവലിലാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മുകളിലും താഴത്തെ അതേ കണ്ടീഷനിൽ തന്നെ മുകളിലത്തെ ബെഡ്റൂമും സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ബാത്റൂമിൻ്റെ ഫിറ്റിങ്സ് നോക്കുകയാണെങ്കിൽ ബാത്റൂം അത്യാവശ്യം ഒരു ഇതിൽ തന്നെയാണ് ബാത്റൂമും ഒരു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ഒരു അഡീഷണൽ ആയിട്ട് താഴെ കിച്ചൻ്റെ ആ പോർഷൻ ഇവിടെ മുകളിൽ ഒരു ഹോം തിയേറ്റർ റൂമായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഒരു ഹോം തിയേറ്റർ റൂമോ ഒരു സ്റ്റഡി റൂമോ മറ്റു കാര്യങ്ങളോ ആക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ അവർ
പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹോം തിയേറ്ററൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു ഫിനിഷിംഗ് ആയിരിക്കും. നമുക്ക് അതും ഈ ഒരു ബഡ്ജറ്റിനകത്ത് ഹോം തിയേറ്ററും എല്ലാം ഉള്ള ഒരു വീടെന്ന് പറയുന്നത് നല്ല ഒരു ആദ്യം ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീട്ടിൽ അല്ലെങ്കിൽ ഇത്രയും ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു വീടിനകത്ത് ഈ ഒരു ഹോം തിയേറ്ററും കാര്യങ്ങളെല്ലാം ചെയ്ത് ഇതേ ഒരു ആർക്കിടെക്ട് ഡിസൈനിൽ നിർമ്മിച്ചിരിക്കുന്നത് കാണുന്നത്. അതേപോലെ ഇതിൻ്റെ ബാൽക്കണി സ്പേസിലേക്ക് ഇറങ്ങണമെങ്കിൽ ബാൽക്കണി സ്പേസും അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു ബാൽക്കണി സ്പേസാണ്. നമുക്ക് ഇവിടെ ഇരുന്ന ചുറ്റും വീടുകളൊക്കെ ഉണ്ട്, തൊട്ടപ്പുറം ഇപ്പുറമൊക്കെ വീടുകളൊക്കെ ഉള്ള ഒരു ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇത്. ഈ സ്ഥലം എന്നുള്ളത് പോത്തൻകോടാണ്. പോത്തൻകോട് ടൗണിൽ നിന്നൊക്കെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. നമുക്കറിയാം ഒരുപാട് വീടുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ലെവലിൽ തന്നെയാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കും. താങ്ക് യു.